ഇന്ന് നമ്മൾ 6th മൊഡ്യൂൾ സ്റ്റാർട്ട് ചെയ്യുവാണ്. 6th മൊഡ്യൂളിൻ്റെ ഫസ്റ്റ് പോർഷൻ എന്ന് പറയുന്നത് ഫേസ് പ്ലെയിൻ അനാലിസിസ് ആണ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ മൊഡ്യൂൾ 5th മൊഡ്യൂളിൽ നമ്മൾ പഠിച്ചായിരുന്നു നോൺ ലീനിയർ സിസ്റ്റത്തിൻ്റെ അനാലിസിസിന് വേണ്ടി രണ്ട് മെത്തേഡ്സ് യൂസ് ചെയ്യുന്നുണ്ട്. ഒന്ന് ഡിസ്ക്രൈബിംഗ് ഫംഗ്ഷൻ മെത്തേഡും ഒന്ന് ഫേസ് പ്ലെയിൻ മെത്തേഡും. ഡിസ്ക്രൈബിംഗ് ഫംഗ്ഷൻ മെത്തേഡ് എന്താണെന്ന് നമ്മൾ കഴിഞ്ഞ മൊഡ്യൂളിൽ പഠിച്ചു. അപ്പോൾ ഈ മൊഡ്യൂളിൽ നമ്മൾ ഫസ്റ്റ് പഠിക്കുന്നത് എന്താണ്? ആ ഫേസ് പ്ലെയിൻ മെത്തേഡാണ്. ഓക്കെ, അപ്പോൾ എന്താണ് ഫേസ് പ്ലെയിൻ അനാലിസിസ് എന്നാണ് നമ്മൾ പഠിക്കുന്നത്. ഇറ്റ് ഈസ് എ ഗ്രാഫിക്കൽ മെത്തേഡ് ഫോർ അനാലിസിസ് ഓഫ് ലീനിയർ ആസ് വെൽ ആസ് നോൺ ലീനിയർ സിസ്റ്റം. ലീനിയർ സിസ്റ്റത്തിൻ്റെയും നോൺ ലീനിയർ സിസ്റ്റത്തിൻ്റെയും അനാലിസിസിനുള്ള ഒരു ഗ്രാഫിക്കൽ മെത്തേഡാണ് ഫേസ് പ്ലെയിൻ അനാലിസിസ്. അനാലിസിസ് ഡൺ ബൈ ഡ്രോയിങ് ഫേസ് ട്രജക്ടറീസ്. അവിടെ നമ്മൾ എന്ത് വരച്ചു? ലോക്കസ് വരച്ചു. ഇവിടെ നമ്മൾ ഫേസ് ട്രജക്ടറീസ് വരയ്ക്കുന്നു. ഓക്കെ, ഇറ്റ് ഗീവ്സ് ഐഡിയാസ് അബൌട്ട് ട്രാൻസിയൻറ്റ് ബിഹേവിയർ ആൻഡ് സ്റ്റെബിലിറ്റി ഓഫ് ദി സിസ്റ്റം. This method is restricted to second order system excited with step or ramp inputs. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഇത് സെക്കൻഡ് ഓർഡർ സിസ്റ്റത്തിന് മാത്രമേ ഇത് പറ്റുള്ളൂ. ഓക്കെ, ഇനി ഹയർ ഓർഡർ സിസ്റ്റത്തിൻ്റെ സ്റ്റെബിലിറ്റി അനലൈസ് ചെയ്യണമെങ്കിൽ എന്ത് വേണം? ഹയർ ഓർഡർ സിസ്റ്റം ഒരു സെക്കൻഡ് ഓർഡർ സിസ്റ്റമായിട്ട് അപ്രോക്സിമേറ്റ് ചെയ്യണം. എന്നാൽ മാത്രമേ നമുക്ക് അതിൻ്റെ സ്റ്റെബിലിറ്റി അനലൈസ് ചെയ്യാൻ പറ്റുള്ളൂ. ഇനി in the phase variable representation of state space model, output and derivatives are chosen as state variables. ആക്ച്വലി ഇവിടെ നമ്മൾ ഫേസ് പ്ലെയിൻ വരയ്ക്കുമ്പോൾ നമ്മൾ സ്റ്റേറ്റ് വേരിയബിൾസ് ആണ് ചൂസ് ചെയ്യുന്നത്. സ്റ്റേറ്റ് വേരിയബിൾസ് എന്ന് പറഞ്ഞാൽ നമ്മൾ 3rd മോഡ്യൂളിൽ പഠിക്കേണ്ടതാണ്. ഓക്കെ, നമുക്ക് ഒരു സിസ്റ്റത്തിൻ്റെ സ്റ്റേറ്റ്, അതായത് കറണ്ട് സ്റ്റേറ്റ് അറിയാൻ വേണ്ടി നമ്മൾ കുറച്ച് വേരിയബിൾസ് എടുക്കും. x1 x2 എന്നുള്ള കുറച്ച് വേരിയബിൾസ് എടുക്കും. അതിനെയാണ് നമ്മൾ സ്റ്റേറ്റ് വേരിയബിൾസ് എന്ന് പറയുന്നത്. അറ്റ് എ ടൈമിലുള്ള സിസ്റ്റത്തിൻ്റെ സ്വഭാവം അറിയാൻ വേണ്ടിയുള്ള വേരിയബിൾസാണ് സ്റ്റേറ്റ് വേരിയബിൾസ് എന്ന് പറയുന്നത്. ആ സ്റ്റേറ്റ് വേരിയബിൾസാണ് നമ്മളിവിടെ ഫേസ് റെപ്രസെൻറ്റേഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. ഓക്കെ, phase plane is thus a state plane where two state variables x1 and x2 are analyzed, which may be position and velocity or error and its derivative. നമ്മൾ എടുക്കുന്ന സ്റ്റേറ്റ് വേരിയബിൾ, അതായത് നമ്മൾ പറഞ്ഞു നമുക്ക് സെക്കൻഡ് ഓർഡർ സിസ്റ്റം ആണ് നമ്മൾ ഇതിൽ ചെയ്യുന്നത്. അപ്പോൾ സെക്കൻഡ് ഓർഡർ സിസ്റ്റം ആകുമ്പോൾ നമുക്ക് എത്ര സ്റ്റേറ്റ് വേരിയബിൾസ് ആണ്? 2 സ്റ്റേറ്റ് വേരിയബിൾസ് ആണ്, x1 x2. നമ്മൾ ഈ സ്റ്റേറ്റ് വേരിയബിൾസ് എന്ന് പറയുന്നത് ഒന്നിൻ്റെ ഡെറിവേറ്റീവ് ആയിരിക്കും മറ്റേത്. അപ്പോൾ x1 ആണെന്നുണ്ടെങ്കിൽ x2 എന്ന് പറയുന്നത് ഡെറിവേറ്റീവ് ഓഫ് x1 ആയിരിക്കും. സോ അതാണ് നമ്മളിവിടെ പറഞ്ഞത്. ഒന്ന് പൊസിഷൻ ആണെങ്കിൽ നെക്സ്റ്റ് അതിൻ്റെ വെലോസിറ്റി ആയിരിക്കും, ഒന്ന് എറർ ആണെങ്കിൽ നെക്സ്റ്റ് അതിൻ്റെ ഡെറിവേറ്റീവ് ആയിരിക്കും. ഓക്കെ, അങ്ങനെയാണ് നമ്മൾ സ്റ്റേറ്റ് വേരിയബിൾസ് എടുക്കുന്നത്. ഇനി കൺസെപ്റ്റ് ഓഫ് ഫേസ് പ്ലെയിൻ അനാലിസിസ്. കൺസിഡർ എ സെക്കൻഡ് ഓർഡർ സിസ്റ്റം റെപ്രസെൻറ്റഡ് ബൈ ഒരു സെക്കൻഡ് ഓർഡർ സിസ്റ്റമാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. എന്താണ്? d2x/dt² പ്ലസ് 2 സീറ്റ ഒമേഗ n dx/dt പ്ലസ് ഒമേഗ n² x = 0. ഇതൊരു സെക്കൻഡ് ഓർഡർ സിസ്റ്റത്തിൻ്റെ ഇക്വേഷനാണ്. ഓക്കെ, ഇനി ഇവിടെ നമ്മൾ സ്റ്റേറ്റ് വേരിയബിൾസ് എന്ന് പറയുന്നത് ഇപ്പോൾ സെക്കൻഡ് ഓർഡർ സിസ്റ്റമാണ്. സോ നമുക്ക് 2 സ്റ്റേറ്റ് വേരിയബിൾസ് എടുക്കണം, ഒന്ന് x1ഉം ഒന്ന് x2. ഇപ്പോൾ നമ്മൾ x1 = x എന്ന് എടുക്കുകയാണെങ്കിൽ x2 എന്തായിരിക്കും? അതിൻ്റെ ഡെറിവേറ്റീവ് ആയിരിക്കും dx/dt. അപ്പോൾ നമുക്ക് ഇതിനകത്ത് എന്തൊക്കെ റെപ്രസെൻ്റ് ചെയ്യാം? നമുക്ക് എക്സിന് പകരം x1 കൊടുക്കാം. ദെൻ dx/dtക്ക് പകരം നമുക്ക് എന്ത് കൊടുക്കാം? x2 എന്ന് കൊടുക്കാം. ദെൻ d2x/dt² നമുക്ക് എങ്ങനെ കൊടുക്കാൻ പറ്റും? x ഡോട്ട്, അതായത് ആ x2നെ ഒന്നും കൂടി ഡിഫറൻഷ്യേറ്റ് ചെയ്യണം. അപ്പോൾ ഒന്നും കൂടി ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ എന്ത് വരും? x ഡോട്ട്. ഓക്കെ, അപ്പോൾ ഈ സ്റ്റേറ്റ് ഇക്വേഷൻസിനെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? x1 ഡോട്ട്, അതായത് x1ൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് എന്താണ്? x2 ആണ്, അതായത് dx/dt. x1ൻ്റെ ഡെറിവേറ്റീവ് എന്താണ്? x2 ആണ്. അപ്പോൾ x1 ഡോട്ട് ഈസ് ഈക്വൽ ടു x2. ദെൻ x2 ഡോട്ട് ഈസ് ഈക്വൽ ടു എന്താണ്? x2 ഡോട്ട് ഈസ് ഈക്വൽ ടു x2 ഡോട്ട് എന്ന് പറയുന്നത് എന്താണ്? d2x/dt² ആണ്. ഈ ഇക്വേഷനിൽ നമുക്ക് d2x/dt² എങ്ങനെ എഴുതാൻ പറ്റും? മൈനസ് ഒമേഗ n² എക്സിന് പകരം x1 മൈനസ് 2 സീറ്റ ഒമേഗ n dx/dtക്ക് പകരം x2. അപ്പോൾ നമുക്ക് x1 ഡോട്ടിൻ്റെ ഇക്വേഷനും x2 ഡോട്ടിൻ്റെ ഇക്വേഷനും കിട്ടി. ഈ ഡോട്ട് ഇട്ടേക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു തവണ അതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്തു എന്നാണ് മീനിങ്. ഓക്കെ, അപ്പോൾ x1 ഡോട്ടിൻ്റെ ഇക്വേഷനും കിട്ടി, x2 ഡോട്ടിൻ്റെ ഇക്വേഷനും കിട്ടി. ഇങ്ങനെയാണ് നമ്മൾ സ്റ്റേറ്റ് ഇക്വേഷൻസ് എഴുതുന്നത്. ഓക്കെ, 3rd മോഡ്യൂളിൽ നമ്മൾ ഇതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. ഈ സ്റ്റേറ്റ് സ്പേസ് അനാലിസിസിനെ പറ്റി നമ്മൾ 3rd മോഡ്യൂളിൽ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. ഓക്കെ, ഇതാണ് ബേസിക്കായിട്ട് നമ്മൾ സ്റ്റേറ്റ് ഇക്വേഷൻസ് എഴുതുന്നത്. x1 ഡോട്ട് x2 ഡോട്ട് സ്റ്റേറ്റ് വേരിയബിൾസിൻ്റെ ഡെറിവേറ്റീവ് വെച്ചിട്ടാണ് എഴുതുന്നത്. ഓക്കെ, നെക്സ്റ്റ്, for linear system, the state equations are a set of first order linear differential equations and solutions of state equations can be obtained easily.
ഒരു ലീനിയർ സിസ്റ്റം ആണെന്നുണ്ടെങ്കിൽ നമുക്കിതിൻ്റെ സൊല്യൂഷൻ എന്തായിരിക്കും ഈസിലി കിട്ടും. For non-linear system, the state equations are a set of first order non-linear differential equations and solving these equations are not easy. Hence, graphical method is used. ഒരു non-linear system ആയതുകൊണ്ട് നമുക്ക് എന്താണ് അത് പെട്ടെന്ന് സോൾവ് ചെയ്യാൻ പറ്റില്ല. സോ അതുകൊണ്ടാണ് നമ്മൾ ഈ ഗ്രാഫിക്കൽ മെത്തേഡ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അങ്ങനെ ഫേസ് ട്രജക്ടറി ആൻഡ് ഫേസ് പ്ലോട്ട് നമ്മൾ പറഞ്ഞായിരുന്നു. അതായത് ഒരു ഫേസ് പ്ലെയിനിൽ നമുക്ക് എന്താണ് വേണ്ടത്? ഫേസ് ട്രജക്ടറീസ് വേണം. ഫേസ് ട്രജക്ടറീസ് നമ്മൾ അവിടെ വരച്ച ലോക്കസ് പോലെ, അതായത് ഡിസ്ക്രൈബിംഗ് ഫംഗ്ഷൻ നമ്മൾ ലോക്കസ് വരച്ച പോലെ ഫേസ് പ്ലെയിനിൽ നമ്മൾ ഫേസ് ട്രജക്ടറീസ് ആണ് വരയ്ക്കുന്നത്. ഓക്കെ, the values of x1 and x2 varies with time and also depends on initial condition. അപ്പോൾ നമ്മൾ x1ൻ്റെ x2ൻ്റെ വാല്യൂസ് വെച്ചിട്ടാണ് ഫേസ് ട്രജക്ടറി വരയ്ക്കുന്നത്. ഓക്കെ, അത് ടൈമിനനുസരിച്ച് എന്ത് സംഭവിക്കും? ടൈമിനനുസരിച്ച് അതിൻ്റെ വാല്യൂസ് വേരി ചെയ്യും. The curve describing the state points x1, x2 in phase plane for a particular initial condition with the time as varying parameter is ഫേസ് ട്രജക്ടറി. അപ്പോൾ നമ്മൾ കർവ് വരയ്ക്കുന്നത് എങ്ങനെയാണ്? x1ൻ്റെയും x2ൻ്റെയും വെച്ചിട്ട് ടൈമിനനുസരിച്ച് വേരി ചെയ്യുന്നത്. അതിന് ഒരു പെർട്ടിക്കുലർ ഇനിഷ്യൽ കണ്ടീഷൻ കാണും. അതായത് x1 ഓഫ് 0യും x2 ഓഫ് 0 എന്ന് പറയുന്ന ഒരു ഇനിഷ്യൽ സ്റ്റാർട്ടിംഗ് പോയിന്റ് കാണും. അവിടെ മുതൽ x1, x2 വാല്യൂസ് ടൈമിനനുസരിച്ച് വേരി ചെയ്യുന്ന ആ ഒരു കർവിനെയാണ് നമ്മൾ ഫേസ് ട്രജക്ടറി എന്ന് പറയുന്നത്. ഓക്കെ, phase trajectory of a system can be constructed in phase plane for each set of initial condition. അപ്പോൾ നമുക്ക് ഓരോ സെറ്റ് ഇനിഷ്യൽ കണ്ടീഷൻസിലും സെപ്പറേറ്റ് ഫേസ് ട്രജക്ടറീസ് വരയ്ക്കാൻ പറ്റും. സോ ഹെൻസ് എ ഫാമിലി ഓഫ് ട്രജക്ടറീസ് ഓഫ് എ സിസ്റ്റം ക്യാൻ ബി കൺസ്ട്രക്റ്റഡ് ഇൻ ഫേസ് പ്ലെയിൻ ആൻഡ് സച്ച് എ ഫാമിലി ഓഫ് ട്രജക്ടറീസ് ആർ കാൾഡ് ഫേസ് പോർട്രേറ്റ്. അപ്പോൾ ഒരു സിസ്റ്റത്തിന് തന്നെ പല ഇനിഷ്യൽ കണ്ടീഷൻസ് കൊടുത്ത് നമുക്ക് പല ഫേസ് ട്രജക്ടറീസ് വരയ്ക്കാം. അങ്ങനെയുള്ള ഒരു ഫാമിലി ഓഫ് ട്രജക്ടറീസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഫേസ് പോർട്രേറ്റ് എന്ന് പറയുന്നത്. As time t increases, the phase portrait graphically shows how the system moves in the entire state plane from the initial states in different regions. Since the solutions from each of the initial conditions are unique, the phase trajectories do not cross one another. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ ടൈമിനനുസരിച്ച് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? ഓരോ ഇനിഷ്യൽ സ്റ്റേറ്റ്സിലും ഓരോ സിസ്റ്റം അതിൻ്റെ സ്റ്റേറ്റിനനുസരിച്ച് എങ്ങനെ ചേഞ്ച് ചെയ്യുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇവിടെ എന്ന് പറഞ്ഞാൽ ഓരോ ഫേസ് ട്രജക്ടറീസും യുണീക്കാണ്. സോ ഒന്ന് മറ്റൊന്നിനെ ഒരിക്കലും ക്രോസ് ചെയ്യില്ല. ഇതൊക്കെയാണ് നമ്മൾ ഫേസ് ട്രജക്ടറീസ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. നമ്മൾ മേളിൽ കാണിച്ചേക്കുന്ന ഫിഗേഴ്സ് എന്ന് പറഞ്ഞാൽ x1 ഓഫ് 0, അതായത് നമ്മുടെ ഇനിഷ്യൽ കണ്ടീഷൻ തൊട്ട് സ്റ്റാർട്ട് ചെയ്യുന്നു. ദെൻ അവിടെ നിന്ന് ഡിഫറെൻറ്റ് വാല്യൂസ് വെച്ചിട്ട് മൂവ് ചെയ്യുന്നതാണ് നമ്മൾ ആ കാണിച്ചേക്കുന്ന കർവ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റിൽ നമ്മൾ സീറ്റ =0 കൊടുത്തു. ദെൻ സെക്കൻഡിൽ എന്ത് വെച്ച് ഈ സീറ്റ 0 ലെസ് ദാൻ സീറ്റ ലെസ് ദാൻ 1 ആ ഒരു ലിമിറ്റ് കൊടുത്തു. ദെൻ സീറ്റ ഗ്രേറ്റർ ദാൻ 1. അപ്പോൾ ഡിഫറെൻറ്റ് വാല്യൂസ് ഓഫ് സീറ്റ കൊടുത്തിട്ട് ഇനിഷ്യൽ കണ്ടീഷൻ x1 ഓഫ് 0 വെച്ചിട്ടുള്ള ആ ഒരു ഫേസ് ട്രജക്ടറിയാണ് അതിനകത്ത് കാണിച്ചേക്കുന്നത്. ഇനി സെക്കൻഡ് എന്ന് പറയുന്നത് ഒരു ഫേസ് പോർട്രേറ്റ് ആണ് കാണിച്ചേക്കുന്നത്. അതായത് നമ്മൾ പറഞ്ഞു ഒരു സിസ്റ്റത്തിന് തന്നെ പല ഇനിഷ്യൽ കണ്ടീഷൻസ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പല ഫേസ് ട്രജക്ടറീസ് വരയ്ക്കാം. ഇവിടെ നോക്കിക്കേ, അതിൻ്റെ ഇനിഷ്യൽ കണ്ടീഷൻസ്, അതായത് ഓരോ ട്രജക്ടറീസിൻ്റെയും സ്റ്റാർട്ടിംഗ് പോയിൻറ്റ്സ് ഡിഫറെൻ്റ് ആണ്. സോ അങ്ങനെ പല സ്റ്റാർട്ടിംഗ് പോയിൻറ്റ് കൊടുത്തുകൊണ്ട് നമുക്ക് പല ട്രജക്ടറീസ് വരയ്ക്കാൻ പറ്റും. അങ്ങനെയുള്ള ഒരു ഗ്രൂപ്പ് ഓഫ് ട്രജക്ടറിയാണ് ഫേസ് പോർട്രേറ്റ്. ആ ഫിഗറാണ് നമുക്ക് താഴെ കാണിച്ചേക്കുന്നത്. നെക്സ്റ്റ്, സിംഗുലർ പോയിൻറ്റ്സ്. എന്താണ് സിംഗുലർ പോയിൻറ്റ്സ്? എ പോയിൻറ്റ് ഇൻ ഫേസ് പ്ലെയിൻ അറ്റ് വിച്ച് ദ ഡെറിവേറ്റീവ് ഓഫ് ഓൾ സ്റ്റേറ്റ് വേരിയബിൾസ് ആർ 0 ആർ കാൾഡ് സിംഗുലർ പോയിൻറ്റ്. അതായത് ഫേസ് പ്ലെയിന് ഒരുപാട് പോയിൻറ്റ്സ് ഉണ്ടല്ലോ, പോയിൻറ്റ്സ് വെച്ചിട്ടല്ലേ നമ്മൾ ഫേസ് പ്ലെയിൻ വരയ്ക്കുന്നത്. അപ്പം ഏത് പോയിൻറ്റിലാണോ ആ സ്റ്റേറ്റ് വേരിയബിൾസിൻ്റെ എല്ലാ സ്റ്റേറ്റ് വേരിയബിൾസിൻ്റെയും ഡെറിവേറ്റീവ് 0 ആവുന്നത് ആ പോയിൻ്റാണ് സിംഗുലർ പോയിൻ്റ് എന്ന് പറയുന്നത്. അതായത് ഇപ്പോൾ നമ്മൾ എടുത്തേക്കുന്ന സ്റ്റേറ്റ് വേരിയബിൾസ് x1 x2 ആണെങ്കിൽ അതിൻ്റെ ഡെറിവേറ്റീവ്സ് x1 ഡോട്ട് ആൻഡ് x2 ഡോട്ട് ഈക്വൽ ടു 0, രണ്ടും 0 ആവുന്ന ആ ഒരു പോയിൻ്റ്, ആ പോയിൻറ്റിനാണ് നമ്മൾ സിംഗുലർ പോയിൻ്റ് അല്ലെങ്കിൽ ഇക്വിലിബ്രിയം പോയിൻ്റ് എന്ന് പറയുന്നത്. If the system is placed at such a point, it will continue to remain at that point. ഇപ്പോൾ സിസ്റ്റം അങ്ങനെ ഒരു പോയിന്റിലാണെങ്കിൽ അത് അവിടെ തന്നെ കണ്ടിന്യൂ ചെയ്യും. ഓക്കെ, ഡിപ്പെൻഡിങ് അപ്പോൺ ദ ഐഗൺ വാല്യൂസ് ഓഫ് മെട്രിക്സ് എ 4 കേസസ് ഷോൾ ബി ഡിസ്കസ്ഡ്. അപ്പോൾ ഇവിടെ നമ്മൾ ഐഗൺ വാല്യൂസ് എന്ന് പറയുന്ന സംഭവമുണ്ട്. അതും നമ്മൾ ഈ തേർഡ് മോഡ്യൂളിൽ സ്റ്റേറ്റ് മെട്രിക്സിൻ്റെ കൂടെ പഠിക്കുന്നതാണ് ഐഗൺ വാല്യൂസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഐഗൺ വാല്യൂസ് എന്ന് പറയുന്നത് നമ്മൾ ഈ സ്റ്റേറ്റ് ഇക്വേഷൻ എഴുതുമ്പോൾ അതിൽ നിന്നുള്ള കോഎഫിഷ്യൻസ് വെച്ചിട്ട് എഴുതുന്ന ഒരു മെട്രിക്സ് ആണ് എ എന്ന് പറയുന്നത്. ഓക്കെ,
ആ എയുടെ ഒരു ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് ഐഗൺ വാല്യൂസ് കിട്ടും. ആ ഐഗൺ വാല്യൂസ് വെച്ചിട്ടാണ് നമ്മൾ ഇതിൻ്റെ, അതായത് ഈ സിംഗുലർ പോയിൻറ്റ്സിന് നമ്മൾ പല രീതിയിൽ നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, അതിൻ്റെ ഫസ്റ്റ് എന്താണ്? λ1 λ2. അപ്പോൾ ഈ λ1 λ2 ആണ് നമ്മുടെ ഐഗൺ വാല്യൂസ് എന്ന് പറയുന്നത്. ഓക്കെ, λ1 λ2 ആർ ബോത്ത് റിയൽ ആൻഡ് ഹാവ് ദ സെയിം സൈൻ, പോസിറ്റീവ് ഓർ നെഗറ്റീവ്. അപ്പോൾ രണ്ടും റിയൽ ആയിരിക്കും ആൻഡ് സെയിം സൈൻ ആയിരിക്കും. ഒന്നുകിൽ രണ്ടും പോസിറ്റീവ് ആയിരിക്കും, അല്ലെങ്കിൽ രണ്ടും നെഗറ്റീവ് ആയിരിക്കും. ഇനി λ1 λ2 ആർ ബോത്ത് റിയൽ ആൻഡ് ഹാവ് ഓപ്പോസിറ്റ്, രണ്ടും റിയൽ ആണ് പക്ഷേ ഓപ്പോസിറ്റ് സൈൻ ആണ്. λ1 λ2 ആർ കോംപ്ലക്സ് കോൺജുഗേറ്റ്സ് വിത്ത് നോൺ സീറോ റിയൽ പാർട്ട്. നോൺ സീറോ റിയൽ പാർട്ടിലുള്ള കോംപ്ലക്സ് കോൺജുഗേറ്റ്സ് ആയിരിക്കും. ഓക്കെ, λ1 λ2 ആർ കോംപ്ലക്സ് കോൺജുഗേറ്റ്സ് വിത്ത് റിയൽ പാർട്ട് സീറോ. ഓക്കെ, അപ്പം ലാസ്റ്റ് പറഞ്ഞത് റിയൽ പാർട്ട് സീറോ ആയിരിക്കും, ഓൺലി ഇമാജിനറി പാർട്ടായിരിക്കും. ഓക്കെ, അങ്ങനെ വെച്ചിട്ട് നമുക്ക് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സിംഗുലർ പോയിൻറ്റ്സ് പറയാൻ പറ്റും. അപ്പോൾ ഇതൊക്കെ നമ്മുടെ എക്സാമിന് ഒരുപാട് പ്രാവശ്യം ചോദിച്ചിട്ടുള്ളതാണ്, സിംഗുലർ പോയിൻറ്റ്സ് ആൻഡ് ടൈപ്സ് ഓഫ് സിംഗുലർ പോയിൻറ്റ്സ്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് എന്താണ്? ഐഗൺ വാല്യൂസ് ഡിസ്റ്റിങ്ക്റ്റ് റിയൽ ആൻഡ് 2 ഐഗൺ വാല്യൂസ് നെഗറ്റീവ് കണ്ടീഷൻ നമ്മൾ എടുക്കുകയാണ്. നെഗറ്റീവ് കണ്ടീഷൻ എടുക്കുമ്പോൾ അതെന്താണ്? ആ ടൈപ്പ് ഓഫ് സിംഗുലർ പോയിൻറ്റ് ഒരു സ്റ്റേബിൾ സിംഗുലർ പോയിൻ്റ് ആണ്. അപ്പോൾ ഈ സ്റ്റേബിൾ നോഡിൻ്റെ, അതായത് സ്റ്റേബിൾ നോഡിൻ്റെ ഫേസ് പോർട്രേറ്റിൽ എന്താണ്? ട്രജക്ടറീസ് കൺവേർജസ് ടു ദ ഒറിജിൻ. ഓക്കെ, അത് ഒറിജിനിലോട്ട് കൺവേർജ് ചെയ്യുവാണെങ്കിൽ അത് സ്റ്റേബിൾ നോഡാണ്. ദെൻ അടുത്തത് ഡിസ്റ്റിങ്ക്റ്റ് റിയൽ ആൻഡ് 2 ഐഗൺ വാല്യൂസ് ആർ പോസിറ്റീവ്. അതെന്ന് പറയുന്നത് എന്താണ്? അൺസ്റ്റേബിൾ നോഡാണ്. അതായത് അതിൻ്റെ ഫേസ് ട്രജക്ടറീസ് ഒറിജിനിൽ നിന്ന് ഡൈവേർജ് ചെയ്ത് പോകും. ഇനി മൂന്നാമത്തെ എന്താണ്? ഡിസ്റ്റിങ്ക്റ്റ് റിയൽ ആൻഡ് 1 ഐഗൺ വാല്യൂ ഈസ് പോസിറ്റീവ് ആൻഡ് 1 ഈസ് നെഗറ്റീവ്. ഒരെണ്ണം പോസിറ്റീവും ഒരെണ്ണം നെഗറ്റീവും ആണെങ്കിൽ അതിന് എന്തെന്ന് പറയും? സാഡിൽ പോയിൻ്റ് എന്ന് പറയും. നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ കോംപ്ലക്സ് കോൺജുഗേറ്റ് വിത്ത് നെഗറ്റീവ് റിയൽ പാർട്ട്. കോംപ്ലക്സ് കോൺജുഗേറ്റ് വരുമെന്ന് പറഞ്ഞു, ഒന്നീ പോസിറ്റീവ് റിയൽ പാർട്ടായിരിക്കും, അല്ലെങ്കിൽ നെഗറ്റീവ് റിയൽ പാർട്ടായിരിക്കും. അപ്പം നെഗറ്റീവ് റിയൽ പാർട്ടാണെങ്കിൽ സ്റ്റേബിൾ ഫോക്കസ് എന്ന് പറയും. അതിൻ്റെ ഫിഗറാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അതും എങ്ങനെയാണ്? കൺവേർജസ് ടു ദ ഒറിജിൻ. ദെൻ കോംപ്ലക്സ് കോൺജുഗേറ്റ് വിത്ത് പോസിറ്റീവ് റിയൽ പാർട്ട് ആണെങ്കിൽ എന്താണ്? അൺസ്റ്റേബിൾ ഫോക്കസ് ആണ്. ഓക്കെ, അത് ഡൈവേർജസ് ഫ്രം ദ ഒറിജിൻ. ദെൻ ലാസ്റ്റ് നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു പ്യുവർലി ഇമാജിനറി ആയിരിക്കും. ഐഗൺ വാല്യൂസ് എന്താണ്? പ്യുവർലി ഇമാജിനറി ആൻഡ് കോൺജുഗേറ്റ്, അതായത് റിയൽ പാർട്ട് സീറോ ആണ്. സോ അങ്ങനെ ഒരു സിംഗുലർ പോയിൻ്റാണ് നമ്മൾ സെൻറ്റർ ഓർ വോർട്ടെക്സ് പോയിൻ്റ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ പറയുന്നത് ലിമിറ്റ് സൈക്കിൾ ഇൻ ഫേസ് പോർട്രേറ്റ്. അപ്പം നമ്മൾ ഡിസ്ക്രൈബിംഗ് ഫംഗ്ഷൻ പഠിച്ചപ്പോഴും ഒരു ലിമിറ്റ് സൈക്കിൾ പഠിച്ചായിരുന്നു. ഇവിടെ ഫേസ് പ്ലെയിൻ അനാലിസിസിലും ഒരു ലിമിറ്റ് സൈക്കിളുണ്ട്. അപ്പോൾ ഇവിടുത്തെ ലിമിറ്റ് സൈക്കിൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ലിമിറ്റ് സൈക്കിൾസ് എന്താണ്? ലിമിറ്റ് സൈക്കിൾസ് ആർ ഓസിലേഷൻസ് ഓഫ് ഫിക്സഡ് ആംപ്ലിറ്റ്യൂഡ് ആൻഡ് പീരീഡ്. ഫിക്സഡ് ആംപ്ലിറ്റ്യൂഡിലും പീരീഡിലുള്ള ഓസിലേഷൻസിനാണ് നമ്മൾ ലിമിറ്റ് സൈക്കിൾ എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ ഒരു ഫേസ് ട്രജക്ടറി അല്ലെങ്കിൽ ഫേസ് പോർട്രേറ്റിൽ നമ്മൾ ലിമിറ്റ് സൈക്കിൾ എക്സിസ്റ്റ് ചെയ്യണമെന്ന് പറയണമെങ്കിൽ ആ ട്രജക്ടറി എന്തായിരിക്കണം? ഒരു ക്ലോസ്ഡ് ട്രജക്ടറി ആയിരിക്കണം. ഓക്കെ, അപ്പോൾ ഈ ഫിഗറിൽ നിന്നും ഇതെല്ലാം ക്ലോസ്ഡ് ട്രജക്ടറീസ് ആണ്. അപ്പോൾ ഇത് നമുക്ക് സ്റ്റേബിൾ ആണോ അൺസ്റ്റേബിൾ ആണോ എന്ന് പറയണമെങ്കിൽ ഈ ട്രജക്ടറീസിന് നൈബർഹുഡ് പാത്ത്, അതായത് ഇപ്പം സെക്കൻഡ് ഫിഗറിൽ നോക്കുകയാണെങ്കിൽ താഴെ നിന്ന് ഒരു എക്സ്ട്രാ പാത്ത് വരുന്നുണ്ട്. ആ നൈബർഹുഡ് പാത്ത് എന്ന് പറയുന്നത് കൺവേർജസ് ടു ദ ലിമിറ്റ് സൈക്കിൾ, അതായത് ആ ക്ലോസ്ഡ് പോർട്രേറ്റിലോട്ട് കൺവേർജ് ചെയ്യുവാണെങ്കിൽ അതൊരു സ്റ്റേബിൾ ലിമിറ്റ് സൈക്കിൾ ആയിരിക്കും. ദെൻ ഇഫ് ഇറ്റ് ഈസ് ഡൈവേർജിങ് ഫ്രം ദ ലിമിറ്റ് സൈക്കിൾ, അതായത് ആ ക്ലോസ്ഡ് പോർട്രേറ്റിൽ നിന്ന് ഡൈവേർജ് ചെയ്ത് പോവുകയാണെങ്കിൽ അതൊരു അൺസ്റ്റേബിൾ ലിമിറ്റ് സൈക്കിൾ ആയിരിക്കും. ഓക്കെ, ദെൻ സ്റ്റെബിലിറ്റി അനാലിസിസ് ബൈ ഫേസ് ട്രജക്ടറീസ്. ഇനി എങ്ങനെയാണ് നമ്മൾ ഫേസ് ട്രജക്ടറീസ് വെച്ചിട്ട് സ്റ്റെബിലിറ്റി അനലൈസ് ചെയ്യുന്നതെന്നാണ് പറയുന്നത്. ഓക്കെ, ഫസ്റ്റ്, ഫോർ ടൈം ഇൻവേരിയൻറ്റ് ലീനിയർ ടൈം ഇൻവേരിയൻറ്റ് സിസ്റ്റം ദ കൺസെപ്റ്റ് ഓഫ് സ്റ്റെബിലിറ്റി ക്യാൻ ബി ഡിഫൈൻഡ് ആസ് ഫോളോസ്. അപ്പോൾ ലീനിയർ ടൈം ഇൻവേരിയൻറ്റ് സിസ്റ്റത്തിലാണെങ്കിൽ എങ്ങനെയാണ്? When the input is 0, the system is stable for arbitrary initial conditions if the resulting trajectory tends towards the equilibrium state. അപ്പം ഇൻപുട്ട് 0 ആണെങ്കിൽ സിസ്റ്റം എങ്ങനെ സ്റ്റേബിൾ ആണെന്ന് പറയാൻ പറ്റും? ഏതൊരു ഇനിഷ്യൽ കണ്ടീഷൻ എടുത്താലും നമ്മുടെ ട്രജക്ടറി എങ്ങോട്ടായിരിക്കണം? ഇക്വിലിബ്രിയം സ്റ്റേറ്റിലോട്ട് വന്നുകൊണ്ടിരിക്കണം. അങ്ങനെ ആണെങ്കിൽ നമുക്ക് സിസ്റ്റം സ്റ്റേബിൾ ആണെന്ന് പറയാൻ പറ്റും. ഇറ്റ് കൺവേർജസ് ടു ദ ഇക്വിലിബ്രിയം സ്റ്റേറ്റ് ആണെങ്കിൽ നമുക്ക് സിസ്റ്റം സ്റ്റേബിൾ ആണെന്ന് പറയാൻ പറ്റും. ഇനി when the system is excited by a bounded input, the system is stable when the system output is bounded. ഓക്കെ, ഇത് നമ്മുടെ എന്താണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്, ബൗണ്ടഡ് ഇൻപുട്ട് ബൗണ്ടഡ് ഔട്ട്പുട്ട് കണ്ടീഷൻ. അങ്ങനെ അത് സാറ്റിസ്ഫൈ ആണെങ്കിലും സിസ്റ്റം സ്റ്റേബിൾ ആണെന്ന് പറയാൻ പറ്റും. ഓക്കെ, ഇനി എന്താണ്, നമ്മൾ ഒരു നോൺ ലീനിയർ സിസ്റ്റത്തിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ എങ്ങനെ ആയിരിക്കും?
നമ്മുടെ ഒരു ഓട്ടോണോമസ് സിസ്റ്റം എന്ന് പറയുന്നത് എക്സ് ഡോട്ട് ഈസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ആണ്. എക്സ് ഡോട്ട് എന്ന് പറയുന്നത് എന്താണ്, നമ്മൾ എക്സ് വൺ ഡോട്ട് ആൻഡ് എക്സ് ടു ഡോട്ട് നമ്മൾ ഡെറിവേറ്റീവ്സ് എടുക്കുന്നത് കോമൺ ആയിട്ട് എഴുതിയിരിക്കുന്നതാണ് എക്സ് ഡോട്ട് എന്ന് പറയുന്നത്. അത് നമ്മൾ എങ്ങനെയാണ് ചെയ്യുന്നത്, ഫങ്ഷൻസ് ഓഫ് സ്റ്റേറ്റ് വേരിയബിൾസ്, അതാണ് എഫ് ഓഫ് എക്സ്. അപ്പോൾ നമ്മളിവിടെ കോമൺ ആയിട്ടൊരു സ്റ്റേറ്റ് ഇക്വേഷൻ എങ്ങനെയാണെന്നാണ് പറഞ്ഞേക്കുന്നത്, എക്സ് ഡോട്ട് ഈസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ്. ഓക്കെ, the autonomous system defined by equation x dot is equal to f of x is stable at the origin if for every initial state x of t0 which is sufficiently close to origin x of t remains near the origin for all t. അതായത് സ്റ്റേബിൾ ആണെന്ന് പറയണമെങ്കിൽ നമ്മുടെ ഓരോ ഇനിഷ്യൽ സ്റ്റേറ്റും എക്സ് ഓഫ് ടി സീറോ എന്ന് പറയുന്നത് എന്തായിരിക്കണം, സഫിഷ്യൻ്റ്ലി ക്ലോസ് ഒറിജിനുമായിട്ട് ക്ലോസ് ആയിരിക്കണം. ഓക്കെ, എന്നിട്ട് അത് എന്തായിരിക്കണം, അത് കൺവേർജസ് ടു ദ ഇക്വിലിബ്രിയം പോയിൻ്റ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും, ആ സിസ്റ്റം സ്റ്റേബിൾ ആണെന്ന് പറയാൻ പറ്റും. അതുപോലെ തന്നെ ഓട്ടോണോമസ് സിസ്റ്റം ഡിഫൈൻഡ് ബൈ ഇക്വേഷൻ എക്സ് ഡോട്ട് ഓഫ് എഫ് എക്സ് ഇസ് അസിംപ്റ്റോട്ടിക്കലി സ്റ്റേബിൾ ഇഫ് എഫ് ഓഫ് എക്സ് ഓഫ് ടി അപ്രോച്ചസ് ദ ഒറിജിൻ ആസ് ടി ടെൻസ് ടു ഇൻഫിനിറ്റി. അതായത് ടി എന്ന് പറയുന്നത് ടി ടെൻസ് ടു ഇൻഫിനിറ്റി ആവുന്ന സമയത്ത് എന്താണ്, സിസ്റ്റം ഒറിജിനിലോട്ട് അപ്രോച്ച് ചെയ്യണം. അതായത് ടൈം ഇൻക്രീസ് ചെയ്യും തോറും സിസ്റ്റം എന്താണ്, ഒറിജിനിലോട്ട് അപ്രോച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ അത് നമ്മൾ അസിംപ്റ്റോട്ടിക്കലി സ്റ്റേബിൾ എന്ന് പറയുന്നത്. അതായത് നേരത്തെ നമ്മൾ എന്താണ് ഇനിഷ്യൽ സ്റ്റേറ്റ് എല്ലാം നിയർ ദ ഒറിജിൻ എന്ന് പറയും. ഇവിടെ ആ കണ്ടീഷനില്ല, ഫാർ അവേ ആണെങ്കിൽ പോലും അത് ടി ഇൻക്രീസ് ചെയ്യും തോറും അപ്രോച്ചസ് ടു ദ ഒറിജിൻ ആണെങ്കിൽ അത് നമുക്ക് അസിംപ്റ്റോട്ടിക്കലി സ്റ്റേബിൾ എന്ന് പറയാൻ പറ്റും. ഓക്കെ, ഇനി നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ അസിംപ്റ്റോട്ടിക്കലി സ്റ്റേബിൾ ഇൻ ലാർജ്. അതായത് ഇഫ് ഇറ്റ് ഈസ് അസിംപ്റ്റോട്ടിക്കലി സ്റ്റേബിൾ ഫോർ എവറി ഇനിഷ്യൽ സ്റ്റേറ്റ് റിഗാർഡ്ലെസ് ഓഫ് ഹൗ നിയർ ഓർ ഫാർ ഇറ്റ് ഈസ് ഫ്രം ഒറിജിൻ. അതായത് ഏതൊരു പോയിൻ്റ് എടുത്താലും അത് അസിംപ്റ്റോട്ടിക്കലി സ്റ്റേബിൾ ആണെങ്കിൽ, ഓക്കെ, അതായത് ഫാർ ആണെങ്കിലും നിയർ ആണെങ്കിലും അത് അസിംപ്റ്റോട്ടിക്കലി സ്റ്റേബിൾ ആണെങ്കിൽ നമുക്ക് അതിന് എന്തെന്ന് പറയാൻ പറ്റും, ഇറ്റ് ഈസ് അസിംപ്റ്റോട്ടിക്കലി സ്റ്റേബിൾ ഇൻ ലാർജ്. അതായത് ഒറിജിൻ്റെ തൊട്ടടുത്താണെങ്കിലും ദൂരെയാണെങ്കിലും, ഇനിഷ്യൽ സ്റ്റേറ്റ് ദൂരെയാണെങ്കിലും അടുത്താണെങ്കിലും അത് കൺവേർജസ് ടു ദ ഒറിജിൻ ആണെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും, ഇറ്റ് ഈസ് അസിംപ്റ്റോട്ടിക്കലി സ്റ്റേബിൾ ഇൻ ലാർജ്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ എങ്ങനെയാണ് ഒരു ഗ്രാഫിക്കൽ മെത്തേഡ് വെച്ചിട്ട് ഫേസ് ട്രജക്ടറീസ് വരയ്ക്കുന്നതെന്നാണ്. ഫസ്റ്റ് നമ്മൾ എന്താണ്, കൺസിഡർ എ സെക്കൻഡ് ഓർഡർ ഓട്ടോണോമസ് സിസ്റ്റം റെപ്രസെൻറ്റഡ് ബൈ ദ ഫോളോയിങ് സെക്കൻഡ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. എങ്ങനെയാണ് നമ്മൾ ഓട്ടോണോമസ് സിസ്റ്റം ഇക്വേഷൻ എങ്ങനെയാണ്, എക്സ് ഡോട്ട് ഈസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ആണ്. ഓക്കെ, അപ്പം നമ്മൾ ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് എങ്ങനെ എഴുതും, രണ്ടും എന്താണ്, എക്സ് വൺ ഡോട്ടും എഴുതും എക്സ് ടു ഡോട്ടും എഴുതും. എക്സ് വൺ ഡോട്ട് എന്ന് പറയുമ്പോൾ ഡി എക്സ് വൺ ബൈ ഡി ടിയും എക്സ് ടു ഡോട്ട് എന്ന് പറയുമ്പോൾ ഡി എക്സ് ടു ബൈ ഡി ടിയും. രണ്ട് ഫങ്ഷൻസ് ഓഫ് എക്സ് വൺ ആൻഡ് എക്സ് ടു ആണ്. സോ നമുക്ക് കോമൺ ആയിട്ട് എങ്ങനെ എഴുതാൻ പറ്റും, നമ്മുടെ സ്ലോപ്പ് എന്ന് പറയുന്നത് ഫേസ് ട്രജക്ടറിയുടെ സ്ലോപ്പ് കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് എന്താണ്, ഡി എക്സ് ടു ബൈ ഡി എക്സ് വൺ ഇസ് ഈക്വൽ ടു നമ്മളതിനെ എക്സ് ടു ഡോട്ട് ബൈ എക്സ് വൺ ഡോട്ട് ഡിവൈഡ് ചെയ്തു. അപ്പോൾ എന്ത് വരും, എഫ് ടു ഓഫ് എക്സ് വൺ എക്സ് ടു എഫ് വൺ ഓഫ് എക്സ് വൺ എക്സ് ടു രണ്ടിൻ്റെ ഫങ്ഷൻസ് ആയിട്ട് നമുക്കൊരു ഇക്വേഷൻ കിട്ടും. അതാണ് നമ്മുടെ ഫേസ് ട്രജക്ടറിയുടെ സ്ലോപ്പിൻ്റെ ഇക്വേഷൻ. നെക്സ്റ്റ് നമ്മുടെ എന്താണ്, എവറി പോയിൻറ്റ് എക്സ് വൺ ആൻഡ് എക്സ് ടു ഓഫ് ദ ഫേസ് പോർട്രേറ്റ് ഹാസ് ദ സ്ലോപ്പ് ഓഫ് ദീസ് എമൗണ്ട്. ഏതൊരു പോയിൻ്റ് എടുത്താലും ഫേസ് ട്രജക്ടറിയിലെ ഏതൊരു പോയിൻ്റ് എടുത്താലും നമുക്ക് എന്താണ്, സ്ലോപ്പ് ഉണ്ട്. അറ്റ് സിംഗുലർ പോയിൻറ്റ് ദ സ്ലോപ്പ് ഈസ് ഇൻഡിറ്റർമിനേറ്റ്. സിംഗുലർ പോയിൻറ്റിൽ നമുക്കത്, സിംഗുലർ പോയിൻ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, സ്റ്റേറ്റ് വേരിയബിൾസിൻ്റെ ഡെറിവേറ്റീവ് 0 ആവുന്ന പോയിൻ്റ്. ആ പോയിൻറ്റിൽ നമുക്ക് സ്ലോപ്പ് ഡിറ്റർമിൻ ചെയ്യാൻ പറ്റില്ല. Okay, analysis of phase trajectory. Analysis of phase trajectory can be done both analytically and graphically. The analytical method is time consuming. Graphical method can be applied. അപ്പോൾ നമ്മൾ ഫേസ് ട്രജക്ടറിയുടെ അനാലിസിസിന് വേണ്ടിയിട്ട് നമ്മൾ ഗ്രാഫിക്കൽ മെത്തേഡാണ് യൂസ് ചെയ്യുന്നത്. രണ്ട്, അതായത് ലീനിയറിനും നോൺ ലീനിയർ സിസ്റ്റത്തിന് നമ്മൾ ഗ്രാഫിക്കൽ മെത്തേഡാണ് യൂസ് ചെയ്യുന്നത്. മോസ്റ്റ് പോപ്പുലർ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഗ്രാഫിക്കൽ മെത്തേഡ്സ് ആണ് ഐസോക്ലൈൻ മെത്തേഡ് ആൻഡ് ഡെൽറ്റ മെത്തേഡ്. നമുക്ക് ഇവിടെ പഠിക്കേണ്ടത് ഐസോക്ലൈൻ മെത്തേഡ് മാത്രം പഠിച്ചാൽ മതി. അത് വെച്ചിട്ടുള്ള പ്രോബ്ലംസാണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, ഐസോക്ലൈൻ മെത്തേഡ് എന്താണെന്ന് ജസ്റ്റ് ഞാൻ ബ്രീഫായിട്ട് പറയാം, കാരണം അത് പ്രോബ്ലം ചെയ്താലേ അത് മനസ്സിലാകത്തുള്ളൂ. അപ്പോൾ ഇത് സ്റ്റെപ്സ് പറഞ്ഞാൽ നിങ്ങൾക്ക് നല്ല രീതിക്ക് മനസ്സിലാവണമെന്നില്ല. ഓക്കെ, അതുകൊണ്ട് ജസ്റ്റ് ഞാനൊന്ന് ബ്രീഫ് ഐഡിയ തരാം. ഓക്കെ, ഐസോക്ലൈൻ മെത്തേഡിൽ നമ്മൾ ഫസ്റ്റ് എന്ന് പറയുന്നത് സ്ലോപ്പ് കണ്ടുപിടിക്കുക. നമുക്ക് ഓൾറെഡി ക്വസ്റ്റ്യനിലൊരു സെക്കൻഡ് ഓർഡർ സിസ്റ്റം ഇക്വേഷൻ കാണും. അതിൽ നിന്ന് നമ്മൾ എന്താണ് സ്റ്റേറ്റ് ഇക്വേഷൻ എഴുതി വെക്കണം. ഓക്കെ, സ്റ്റേറ്റ് ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ എക്സ് വൺ ഡോട്ട് ആൻഡ് എക്സ് ടു ഡോട്ട് വെച്ചിട്ടുള്ള എക്സ് വൺ എക്സ് ടു ഫംഗ്ഷൻ വെച്ചിട്ടുള്ള ഇക്വേഷൻ നമ്മൾ എഴുതി വെക്കണം.
ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താണ്, നമ്മൾ സ്ലോപ്പ് എസ് എന്ന് പറയുന്നത് സ്ലോപ്പ് കണ്ടുപിടിക്കണം. അതായത് x2/x1 ആണ്, dx2/dx1. അതും നമുക്ക് ഇക്വേഷൻസിൽ നിന്ന് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, ഇനി ദിസ് ഇക്വേഷൻ ഡിഫൈൻസ് ലോക്കസ് ഓഫ് ഓൾ സച്ച് പോയിൻറ്റ്സ് ഈച്ച് ഹാവിങ് എ സ്ലോപ്പ് എസ്. ഓരോന്നിനും സെപ്പറേറ്റ് സ്ലോപ്പ് ആയിരിക്കും. ദീസ് പോയിൻറ്റ്സ് കോൺസ്റ്റിറ്റ്യൂട്ട് ദ ലോക്കസ് ഓഫ് ഫേസ് ട്രജക്ടറി. ഈ പോയിൻറ്റ്സ് ആണ്, അതായത് ഈ ഓരോ സ്ലോപ്പിലും നമ്മൾ പോയിൻറ്റ് ചെയ്യുന്ന ആ പോയിൻറ്റ്സ് വെച്ചിട്ടാണ് നമ്മൾ ലോക്കസ് വരയ്ക്കുന്നത്. ദ ലൈൻ പാസസ് ത്രൂ പോയിൻറ്റ്സ് ഓഫ് ദ സെയിം സ്ലോപ്പ് ഇൻ ഫേസ് പ്ലെയിൻ ഈസ് കാൾഡ് ഐസോപ്ലെയിൻ. അതായത് ഒരേ സ്ലോപ്പിൽ വരുന്ന 2 പോയിൻറ്റ്, അതായത് 2 പോയിൻറ്റിനെ പാസ് ചെയ്യുന്ന ഒരു സ്ലോപ്പ് ലൈൻ, അതിനെയാണ് നമ്മൾ ഐസോക്ലൈൻ എന്ന് പറയുന്നത്. അതായത് ഒരു സ്ലോപ്പിൽ തന്നെ എന്താണ് 2 പോയിൻറ്റ്സിനെ പാസ് ചെയ്യും ഒരു സ്ലോപ്പ്, അങ്ങനെയുള്ളതിനാണ് നമ്മൾ ഐസോക്ലൈൻ എന്ന് പറയുന്നത്. ഓക്കെ, അങ്ങനെ വെച്ചിട്ടാണ് നമ്മൾ സ്ലോപ്പ് വരയ്ക്കുന്നത്. 2 പോയിൻറ്റ്സ് മാർക്ക് ചെയ്യും, അത് വെച്ചിട്ടൊരു ലൈൻ വരയ്ക്കും, അതാണ് നമ്മുടെ സ്ലോപ്പ്. ഓക്കെ, അങ്ങനെയാണ് നമ്മൾ ലോക്കസ് വരയ്ക്കുന്നത്. ഓക്കെ, ഫസ്റ്റ് എന്താണ്, സിസ്റ്റം ഇക്വേഷൻ ചെയ്തും ഫേസ് വേരിയബിൾസ് ചെയ്തും ദെൻ എന്താണ് സ്ലോപ്പ് എസ് ഡിറ്റർമൈൻ ചെയ്യും. ഇനി നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഡിഫറെൻറ്റ് വാല്യൂസ് ഓഫ് എസ് അസ്യൂം ചെയ്യും. അതായത് ഒറിജിനുമായിട്ട് അടുത്ത് നിൽക്കുന്ന ഡിഫറെൻറ്റ് വാല്യൂസ് ഓഫ് എസ് നമ്മൾ അസ്യൂം ചെയ്യും, പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ്. അപ്പോൾ നമുക്ക് ഓരോ എസ് വാല്യൂസ് കിട്ടും. ആ ഓരോ എസ് വാല്യൂസിന് നമ്മൾ എന്താണ് ഐസോക്ലൈൻസ് വരയ്ക്കും. അതായത് ആ ഓരോ എസ് വാല്യൂസിലുള്ള x1 x2 വാല്യൂസ് നമ്മൾ കണ്ടുപിടിക്കണം. ഓക്കെ, അത് വെച്ചിട്ടാണ് നമ്മൾ ഐസോക്ലൈൻ വരയ്ക്കുന്നത്. ഇനി അത് കഴിഞ്ഞിട്ട് നമുക്ക് എന്ത് വേണം, α1 ആൻഡ് α2, അതായത് ആംഗിൾ വാല്യൂസ് വേണം. ആംഗിൾസ് വെച്ചിട്ടാണ് നമുക്ക് ഓരോ ലോക്കസ് കിട്ടുന്നത്. ഓക്കെ, ഫസ്റ്റ് α1 എന്ന് പറയുന്നത് എന്താണ്, tan ഇൻവേഴ്സ് ഓഫ് S1 എന്ന് പറയുന്നത് നമ്മൾ ഫസ്റ്റ് സ്ലോപ്പ്, ആൻഡ് α2 എന്ന് പറയുന്നത് tan ഇൻവേഴ്സ് ഓഫ് ആ കറസ്പോണ്ടിങ് സ്ലോപ്പ്. അങ്ങനെ ഓരോ എസ് നമ്മൾ എടുക്കുന്ന ഓരോ എസ്സിനും കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ ആൽഫ ആംഗിൾ കണ്ടുപിടിക്കും. ഓക്കെ, ഫസ്റ്റ് ലൊക്കേറ്റ് ദ ഇനിഷ്യൽ പോയിൻറ്റ് എ യൂസിങ് ദ ഗീവൺ ഇനിഷ്യൽ കണ്ടീഷൻ. അപ്പം നമുക്ക് ക്വസ്റ്റ്യനിൽ ഇനിഷ്യൽ കണ്ടീഷൻസ് തന്നിരിക്കും. അതായത് ലോക്കസ് സ്റ്റാർട്ട് ചെയ്യേണ്ടത് എവിടെ നിന്നാണെന്നുള്ളത് ഇനിഷ്യൽ കണ്ടീഷൻ ക്വസ്റ്റ്യന് തന്നേക്കും. അപ്പോൾ ആ പോയിൻറ്റ് നമ്മൾ എ എന്ന് പറഞ്ഞ് മാർക്ക് ചെയ്യും. ഓക്കെ, ആ എ തൊട്ടാണ് നമ്മൾ ഐസോക്ലൈൻ വരയ്ക്കുന്നത്. അപ്പോൾ അത് പറയണമെങ്കിൽ നമുക്ക് ഫിഗർ വെച്ചിട്ട് പറയാം. നോക്ക്, അപ്പം ഈ ഫിഗറിൽ നമുക്ക് എ എന്ന് പറയുന്ന ഒരു പോയിൻ്റ് ആണ്, അതാണ് നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന ഇനിഷ്യൽ കണ്ടീഷൻ എങ്കിൽ നമ്മൾ അത് S1 ആണ് അവിടുത്തെ സ്ലോപ്പ് എന്ന് പറയുന്നത് S1 ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, അവിടെ S1 സ്ലോപ്പിലുള്ള α1 കണ്ടുപിടിക്കും. ദെൻ അതിൻ്റെ താഴത്തെ സ്ലോപ്പ് ഏതാണ്, S2 സ്ലോപ്പിലുള്ള α2 ഉണ്ട് നമുക്ക്. അപ്പോൾ ഓരോ സ്ലോപ്സിലുള്ളയും നമ്മൾ ആൽഫ വാല്യൂസ് കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിലെന്ത് ചെയ്യും, ആ എ എന്ന് പറയുന്ന പോയിൻ്റ് ഉണ്ട്, അവിടെ നിന്ന് നമ്മളൊരു ഹൊറിസോണ്ടൽ ലൈൻ വരയ്ക്കും. ആ ഹൊറിസോണ്ടൽ ലൈനിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യും, ഈ α1ഉം α2ഉം ആംഗിൾ മാർക്ക് ചെയ്തിട്ട് ഓരോ ലൈൻസ്, അതായത് എയും കൂടെ പാസ് ചെയ്യുന്ന രീതിയിൽ ആംഗിൾ വരയ്ക്കും. ആ ഹൊറിസോണ്ടൽ ലൈനിൽ നിന്ന് ആണ് നമ്മൾ മെഷർ ചെയ്യുന്നത്. ഓക്കെ, α1 α2 മെഷർ ചെയ്തിട്ട് 2 ലൈൻസ് വരയ്ക്കും. ആ ലൈൻസ് എവിടെയാണ്, താഴത്തെ സ്ലോപ്പിൽ, അതായത് S2 എന്ന് പറയുന്ന സ്ലോപ്പിൽ മീറ്റ് ചെയ്യും. ആ മീറ്റ് ചെയ്യുന്ന 2 പോയിൻറ്റ്സാണ് പിയും ക്യൂവും. ആ പി ക്യൂവിൻ്റെ മിഡ് പോയിൻ്റ് ഏതാണ്, ബി എന്ന് പറയുന്ന മിഡ് പോയിൻ്റ് എടുക്കും. ദെൻ നമ്മൾ എയും ബിയും ജോയിൻ ചെയ്യും. ഇനി അടുത്ത ചെയ്യുന്നതെന്ന് വെച്ചാൽ ബി എന്ന് പറയുന്ന പോയിന്റിൽ വെച്ചൊരു ഹൊറിസോണ്ടൽ ലൈൻ വരയ്ക്കും. ദെൻ അവിടുത്തെ സ്ലോപ്പിൻ്റെ ആംഗിൾ, അതായത് S2ൻ്റെ ആംഗിളും ദെൻ അതിൻ്റെ താഴത്തെ S3യുടെ ആംഗിളും, അതായത് α2ഉം α3യും മാർക്ക് ചെയ്യും. അതുപോലെ എന്ത് ചെയ്യും, ലൈൻ മാർക്ക് ചെയ്തിട്ട് അത് S3 എന്ന് പറയുന്ന സ്ലോപ്പിൽ ടച്ച് ചെയ്യുന്ന 2 പോയിൻറ്റ്സ്, അതായത് ആറും എസും, അതിൻ്റെ മിഡ് പോയിൻ്റ് ആയിട്ട് സി എടുക്കും. സോ അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വരച്ച് പോകുന്നതാണ് നമ്മുടെ ഫേസ് ട്രജക്ടറി എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ തന്നിരുന്നാൽ നമ്മൾ ഇതുപോലെ ഇങ്ങനെ വരച്ച് പോകുന്നതാണ് നമ്മളെ ഫേസ് ട്രജക്ടറി. ഓക്കെ, അപ്പോൾ ഇത് നമുക്കൊരു പ്രോബ്ലം ചെയ്യുമ്പോൾ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാവും. അപ്പോൾ ജസ്റ്റ് ഞാൻ മൊഡ്യൂൾ 6ൻ്റെ ഒരു ഇൻട്രൊഡക്ഷനാണ് ഇപ്പോൾ കഴിഞ്ഞത്. ഇനി നമുക്ക് പ്രോബ്ലംസൊക്കെ നെക്സ്റ്റ് വീഡിയോയിൽ പറയാം. ഓക്കെ.